കിടിലം പെർഫോമൻസ് ആയിരുന്നു. അല്ല, ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കായിരുന്നു. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ലതായിരുന്നു. നല്ല മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ആരായാലും കുറച്ച് ഏത് മേഖലയിൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ മൂവിയാണ്. മോട്ടിവേറ്റ് ആയിരുന്നു കാണാം. ഫാദറായിട്ടാണ്, ഹീറോയിൻ്റെ ഫാദറായിട്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പഴയകാല ഒരു ടച്ച് അത്യാവശ്യം കൊള്ളാം. ஆக்டிங் நல்லா இருக்கு, நல்லா பண்ணியிருக்காப்ல. ஆ திருப்தி. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കണ്ടോണ്ടിരിക്കാം. കവിൻ്റെ അപ്പിയറൻസ് കൊള്ളാം. സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള അപ്പിയറൻസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. യുവൻ ശങ്കർ രാജ കിടിലായിരുന്നു. ഒരു പഴയ വിൻറ്റേജ് യുവൻ ശങ്കർ രാജാവിനെ ഒരു തിരിച്ച് കണ്ടതുപോലെയായിരുന്നു. പിന്നെ ഡയറക്ടർ, ആക്ടർ കവിൻ, യുവൻ ശങ്കർ രാജ, ബ്രൈറ്റ് ഷൈൻ കിടിലായിരുന്നു. പുതിയ സ്റ്റാർ തന്നെയാണ് കോളിവുഡിൽ. ട്രിമാറൻ ഡയറക്ടറിൻ്റെ ക്യാമിയോ ഉണ്ട്, കൊള്ളായിരുന്നു. എല്ലാം ഒരു പക്കായിരുന്നു. നല്ല രസം, ഇമോഷണലാണ്. നല്ല സിനിമയൊക്കെ നല്ല ഫീൽ ഗുഡായിട്ട് എല്ലാവർക്കും നല്ല കണക്റ്റാ. നല്ല സിനിമ കേട്ടോ, നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഫീലായിരിക്കും. റൊമാൻസ് എല്ലാം കൊണ്ടും കിട്ടില്ല സിനിമ. BGM ആയാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം പൊളി. ആള് കുറവ്, ഓഡിയോ പോരാ ആണ്. പക്ഷെ വലിയ ഓഡിയോ 1, ഓഡിയോ 2 വന്നു കഴിഞ്ഞാൽ ആള് കയറിയ പൊളി സിനിമ, ഒരു രക്ഷയില്ല. പടത്തെക്കുറിച്ച് പറയാൻ കവിൻ ലാലും കൊള്ളായിരുന്നു. ലാലൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. യുവനാണ് സെക്കൻഡ് ഹീറോ, യുവൻ എന്ന് പറയാം. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് മെസ്സേജ് ആയിട്ടൊന്നുമില്ല. ഇത് എല്ലാവരും ഹാർഡ് വർക്കിനെ കുറിച്ച് പറയുന്ന സൂപ്പർ പടം. എടുത്ത് പറയാനായിട്ട് ഒരു ക്യാമിയോ ഉണ്ട്, സൂപ്പറായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ക്യാമിയോ ഉണ്ടാവുമെന്ന്. எல்லாரும் சூப்பராக சூப்பராக சினிமாவில் செய்கிற என்னெல்லாம் பாடுபட்டோங்கிறத காமிக்கிறாங்க. கவினோட ஆக்டு சூப்பர். ஹீரோயினும் அந்த 2வது ஹீரோயின் சூப்பர். பாட்டு சூப்பர். யுவன்னா கேட்கணுமா? சூப்பர் பாட்டு. மொத்தத்தில் டோட்டலி எனக்கு ரொம்ப பிடிச்சது. ரொம்ப நல்லா இருந்தது. எனக்கு நல்ல ஒரு என்டர்டெயின்மெண்ட்டாக இருந்தது. அவங்கவுங்க படித்ததுக்கு ஏற்ற மாதிரி அந்த ப்ரொஃபஷன் கிறுக்கு பிடிச்சி தெரியக்கூடாது. என்னதான் நல்ல ஒய்ஃபு நல்ல வேலை கிடைச்சாலும் அந்த கவின் என்னம்மா சொல்கிறாரு கடைசியில், நான் ஹீரோ ஆக மாட்டேனா அப்படிலாம் இருக்கக்கூடாது. கிடைக்கலன்னு விடாமுயற்சி பண்ணுறாரு, நான் அதை அக்செப்ட் பண்ணுறேன். ஆனால் நம்ம எது இருக்கோ அது சாட்டிஸ்ஃபேக்ஷன் ஆகணும் ஜாபில். அதான் நான் சொல்கிறேன் கருத்து. எங்களுக்கு பிடிச்சிருக்கு. இப்போ உள்ள இதில் என்னன்னு தெரியாது, சான்ஸ் இருக்குது, திறமை இருக்குது கவினுக்கு. ஸ்டோரிയൊക്കെ எப்படி இருக்கு? ஸ்டோரி நல்லா தான் இருக்குது. ஆனால் லாஸ்ட்டில் தான் வெற்றிமாறனுடைய படம்னு நல்லா தெரியும். அது வரைக்கும் இதாக தான் இருக்குது. இவனோட மியூசிக் நல்லா ஃபஸ்ட்லேருந்து லாஸ்ட் வரைக்கும் நல்லா இருக்குது. ஒரு பாட்டு 2 பாட்டு இருந்தாலும் நல்ல ஒரு திறமை இருக்குது, முன்னுக்கு வரணும்.